ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഗുരുനാഥൻ തുണ ചെയ്ക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിടുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരി. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. സർവ്വമക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. എല്ലാവരെയും കമൻസുകളൊക്കെ വായിച്ചു. സർവർക്കും അനുഗ്രഹവും ഭഗവാന്റെ കൃപയും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് കഴിഞ്ഞ ദിവസം വായിച്ചതിൻ്റെ ഭാഗവത കീർത്തനം ബാക്കി ചൊല്ലാം. ഓതിടാം 4 വേദങ്ങളും ധന്യ, യാഗം ദാനവും സന്യാസയോഗവും ചേതസിൻ്റെ മലം കളഞ്ഞിടുവാൻ ഭക്തിയോടടാ കൃഷ്ണ ഹരേ ജയ. ഓതിടാം 4 വേദങ്ങളും ധന്യ, യാഗം ദാനവും സന്യാസയോഗവും ചേതസിൻ്റെ മലം കളഞ്ഞിടുവാൻ ഭക്തിയോടട കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരി. ഔദാര്യം ചേരും ദേഹഗേഹാദിയിൽ മോഹം കൈവിട്ടു സജ്ജന സംഘത്താൽ സ്വാദു തോന്നി മുകുന്ദ കഥാരസേ. ഭേദവും തോന്നാ കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരി. അക്കഥ കേൾക്ക കേൾപ്പിക്കയല്ലാതെ ദുഷ്കഥ കൊണ്ടുപോക്കല്ല രക്ഷണം. അകർമ്മത്തോളം നന്നല്ലൊരു കർമ്മം, കർമ്മം ഛേദിപ്പാൻ കൃഷ്ണ ഹരേ ജയ. അക്കഥ കേൾക്ക കേൾപ്പിക്കയല്ലാതെ ദുഷ്കഥ കൊണ്ടുപോക്കൊല്ല രക്ഷണം. അകർമ്മത്തോളം നന്നല്ലൊരു കർമ്മം, കർമ്മം ഛേദിപ്പാൻ കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരി. ഓതിടാം 4 വേദങ്ങളും ധന്യ, യാഗം ദാനം സന്യാസം. അപ്പോൾ ഇവിടെ ഭക്തിയോട് ഒന്നും തന്നെ അടുക്കുകയില്ല. ഭക്തിയോളം 4 വേദങ്ങളും വിശിഷ്ടമായ യാഗവും ദാനവും സന്യാസവും ഒന്നും തന്നെ മനസ്സിൻ്റെ മാലിന്യം, അഴുക്ക്, അതാ ചേതസിൻ്റെ മലം കളയാൻ. മലം എന്ന് വെച്ചാൽ അഴുക്ക്. അപ്പോൾ മനസ്സിൻ്റെ ആ മാലിന്യങ്ങൾ കളയാൻ ഭക്തിയോളം മറ്റൊന്നും തന്നെ പറ്റുകയില്ല. യാഗമോ ദാനങ്ങളോ സന്യാസങ്ങളോ ഒന്നും തന്നെ, തപസ്സോ ഒന്നും, ഭക്തി മാത്രമേ എളുപ്പമായി ഹൃദയത്തിലെ അഴുക്ക് കളയാൻ പറ്റൂ. അതാണ്, അതിൽ കവിഞ്ഞ് മറ്റൊന്നിനും, അത്രമാത്രമാണ്, മറ്റൊന്നിനും അത്രമാത്രം ഭക്തിയോളം പറ്റുകയില്ല. ഓരോരുത്തർ യാഗവും ദാനങ്ങൾ ധർമ്മങ്ങൾ ചെയ്യും. പക്ഷേ മനസ്സിൻ്റെ അഴുക്ക് പോകാൻ നമ്മൾ ഭഗവാനോട് ചേർന്നിരുന്ന് ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക. അത്രമാത്രം ഭക്തി വർദ്ധിക്കുമ്പോഴാണ് ഈ ഹൃദയത്തിൽ നിന്ന് അഴുക്കൾ പോയിട്ട് ശുദ്ധിയാകുന്നത്. പിന്നെ ഔദാര്യം ചേരും ദേഹഗേഹാദിയാൽ
മോഹം കൈവിട്ടു സജ്ജന സംഘത്താൽ. സജ്ജനങ്ങളോടുള്ള സംസർഗം കൊണ്ടാണ് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം പോകുന്നത്. ശരീരം, വീട് മുതലായ ഭൗതിക വസ്തുക്കളിലുള്ള മോഹം എല്ലാം ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്യും? മോഹങ്ങൾ, ആഗ്രഹങ്ങൾ ഉപേക്ഷിച്ചാൽ മതി. ഒന്നും വേണ്ട എന്ന് വെക്കണ്ട. എല്ലാം നമുക്ക് ആവശ്യമുണ്ടെന്ന് ഭഗവാൻ അറിയാം. നമുക്ക് അതിലേക്കുള്ള ഈശ്വരൻ അതിൻ്റെ വഴിക്കാമണം നമുക്കെല്ലാം വരാനുള്ളതെല്ലാം വന്നുകൊണ്ടിരിക്കും. നമ്മൾ ചെന്ന് അതിനോട് ആർത്തി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ശരീരമേ, വീടേ, ധനമേ എന്നുള്ള ചിന്തയിൽ ഭൗതിക വസ്തുക്കളിലുള്ള ആഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് സജ്ജന സംസർഗം. സജ്ജന സംസർഗം വെച്ചാൽ ഭഗവത് കഥകൾ കേൾക്കുക, അത് ചൊല്ലുക. ഇതൊക്കെയാണല്ലോ സജ്ജനങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ആ സജ്ജന സംസർഗത്തിൻ്റെ ഫലമായി ഭഗവാൻ, അത് ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകൾ കേൾക്കാനും ചൊല്ലാനൊക്കെയുള്ള അഭിരുചി ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഭേദബുദ്ധി ഉണ്ടാകില്ല. ഭഗവാന്റെ കഥകൾ ഇങ്ങനെ കേൾക്കുകയും നമ്മളത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും എത്രത്തോളം കേട്ട് ആനന്ദിക്കുകയെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് രണ്ടെന്നുള്ള ഭേദബുദ്ധി, ഞാൻ നീ വേറെ ഞാൻ വേറെ, നീ വേറെ ഞാൻ വേറെ എന്നുള്ള ചിന്തയാണ് ഭേദബുദ്ധി. അപ്പോൾ എൻ്റേതെന്നുള്ളത് മമത, അത് മാറും. എന്തുകൊണ്ടാണ്? ഭഗവാനോടുള്ള സ്നേഹം വർദ്ധിച്ച് വരുമ്പോൾ ഭഗവത് കഥ കേൾക്കാനാണ് നമുക്ക് അത്രയും ആഗ്രഹം ഉണ്ടാകും. അപ്പോൾ ഈ മറ്റ് ലോകത്തിലേക്കുള്ള ഈ വീട്, ധനമുള്ള ചിന്തയല്ല പിന്നെ നമുക്ക് അതെല്ലാം നമുക്ക് വേണ്ടാതല്ല. എല്ലാം ഇതിനകത്തുണ്ട്, എല്ലാം വേണം. പക്ഷെ മനസ്സ് എപ്പോഴും ഭഗവാനേ എന്നുള്ള ചിന്ത വേണം. അപ്പോഴാണ് നമുക്ക് ഞാനെന്ന നീയുള്ള ഭേദബുദ്ധി ഉണ്ടാകത്തില്ല. എല്ലാം ഭഗവാൻ തന്നെ എന്ന ബുദ്ധി നമുക്ക് തെളിയും. ഈ സർവ്വത്തിലും ഈശ്വരനാകുമ്പോൾ നമ്മൾ ആരെങ്കിലും ഞാനെന്ന് നീയെന്നും പറയാൻ പറ്റുമോ? എല്ലാം നമ്മൾ എന്നല്ലേ പറയാൻ പറ്റൂ. നീ എന്ന് പറയാൻ നമ്മൾ എന്ന് പറയാം. അപ്പോൾ നമ്മൾ എന്നുള്ള ചിന്തയാകുമ്പോൾ എല്ലാവരും നാം തന്നെ ആകുന്നു. അപ്പോൾ ഭേദമില്ല. നീ ഞാനുള്ള ഭേദബുദ്ധി. നമുക്ക് ഒരു സംഗതി പറയുമ്പോൾ നീ എന്ന് പറയാം. ഭഗവാനെപ്പോഴും ഭഗവാനെ നിൻ്റെ കാരുണ്യം എന്നല്ലേ നമ്മൾ പറയുന്നത്. പക്ഷെ ഒരു ബുദ്ധി, നീ വേറെയാണ് ഞാൻ വേറെയാണുള്ള ചിന്ത, അത് മാറും. എന്താ? ഭഗവത് കഥ കേട്ട് മറ്റുള്ള സജ്ജന സംസർഗം കൊണ്ട് എല്ലാം നമ്മുടെ ബുദ്ധിയെ അങ്ങനെ ആക്കിയെടുക്കും. പിന്നെ അക്കഥ കേൾപ്പിക്കുക അല്ലാതെ, ഏത് കഥ? ഭഗവാന്റെ കഥ. ആ കഥ കേൾക്കുകയും കേൾപ്പിക്കുകയും അല്ലാതെ ദുഷ്കഥയും കൊണ്ട് പോവരുത്. ആരോടെങ്കിലും ഒന്ന് കണ്ടാൽ ഏതെങ്കിലും നാട്ടുകാര്യങ്ങളോ മറ്റ് വീട്ടുകാര്യങ്ങളോ ഈ ലോക കാര്യങ്ങളോ ഒക്കെ പറയാൻ വലിയ ഉത്സാഹമാണ്. അതും ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഭഗവാന്റെ കഥ പറയാമെങ്കിൽ അവിടെ എന്തെന്നറിയും? ആത്മീയത്തിൽ കൃപ വരും. നമ്മൾ രോമാഞ്ചം കോരിപ്പൊഴുക്കും. അതുപോലെ ഇത് കേട്ടാണ് അങ്ങനെ വരുന്നത്. ഭക്തി വർദ്ധിക്കുമ്പോഴാണ് അത് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഭഗവത് കഥകൾ കേൾക്കുകയും കേൾപ്പിക്കുകയും ആണ് വേണ്ടത്. ദുഷിച്ച കഥകൾ എന്ന് വെച്ചാൽ, ദുഷിച്ച കഥ എന്താണ്? ഈ ലോകത്തിലുള്ള സർവ്വം ദുഷിച്ച കഥകൾ തന്നെയാണ്. അതൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതല്ല. നമുക്ക് നേരെ മാർഗത്തിലേക്ക്, ഭഗവാനിലേക്ക്, നമുക്ക് മോക്ഷത്തിലേക്ക് പോകുമ്പോൾ ഏതാ നമുക്ക് ഉതകുന്നത്? അത് ഭഗവത് കഥകൾ മാത്രമേ ഉള്ളൂ. നല്ല സജ്ജന സംസർഗങ്ങളും ഭഗവത് കഥകളും ഭഗവത് കീർത്തനങ്ങളെ ചൊല്ലുന്നത് മാത്രമേ, അത് ഭക്തി വർദ്ധിക്കുമ്പോൾ അത് മാത്രമേ നമ്മുടെ ഹൃദയത്തിൽ ഈശ്വരൻ വസിക്കുകയുള്ളൂ. അപ്പോൾ ഈ മറ്റ് ദുഷിച്ച കഥകളോട്ട് ഭഗവാൻ ഒരിഷ്ടവും വരത്തില്ല. നാട്ടുകാര്യവും അവിടെ ഇത് നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു കാര്യവും ഇല്ല. അപ്പോൾ ദുഷിച്ച കഥകൾ കൊണ്ട് നിമിഷം പോലും പാഴാക്കി കളയരുത്, സമയം പാഴാക്കി കളയരുത്. മോക്ഷപ്രാപ്തിക്ക് ഭഗവത് കഥാശ്രവണം അതിനേക്കാൾ ഉത്തമമായി മറ്റൊന്നും തന്നെ ഇല്ല. ഭഗവത് കഥകൾ ശ്രവിക്കുക, നമ്മൾ ഭഗവാനെ പാടി സ്തുതിക്കുക, സുവിശേഷം പറയുക എന്ന് വെച്ചാൽ എന്താ? ഭഗവത് കഥകൾ പറയുക, മറ്റുള്ളവരോട് നമുക്കറിയാമെങ്കിൽ അത് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ മക്കൾക്കെങ്കിലും പറഞ്ഞു കൊടുക്കണം. കാരണം ആ മക്കൾ നന്നാവേണ്ടേ? എല്ലാവർക്കും നമ്മൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ മുത്തശ്ശിമാരോ മുത്തശ്ശനൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഒരാളെ നേടാമെങ്കിൽ അത്രയും നല്ലതാണ്. നമ്മൾ ചെല്ലുമ്പോൾ ഭഗവാൻ ചോദിക്കും, നീ എത്ര പേരെ നേടി? നമുക്ക് ഒരാത്മാവിനെ നമുക്ക് നേടാൻ പറ്റണം. ഒരമ്മയോ അച്ഛനെയോ അല്ലെങ്കിൽ വയസ്സെന്ന വല്യപ്പനെയോ വല്യമ്മ, അവരൊക്കെ എത്രയും നമ്മളെക്കാളും മൂത്തരാൻ പെട്ടെന്ന് അറിവില്ലാതെ അങ്ങ് മരിച്ചു പോകുമല്ലോ. അപ്പോൾ അവർക്ക് പെട്ടെന്ന് അല്പം എന്തെങ്കിലും നമ്മൾ കൊടുത്താൽ അത്രയെങ്കിലും നമുക്ക് നേടി എന്നാണ്. ഈശ്വരൻ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കണക്കെഴുതി ഇടും നമുക്ക് ഓരോരുത്തർക്കും. എന്താ നിങ്ങൾ ചെയ്തത് എന്ന് ചോദിക്കാൻ നമുക്ക് ഒന്നും ഇല്ലെങ്കിൽ, ഭഗവാനെ ഞാൻ ഒരാളെ നേടി, എൻ്റെ അമ്മയല്ലേ അച്ഛനെ അല്ലെ എൻ്റെ മക്കൾക്ക് ഞാൻ ഒരു ഭഗവാന്റെ കഥകൾ ഞാൻ പറഞ്ഞു കൊടുത്തു, അവരത് കേട്ട് അത് വിശ്വസിച്ച് അവരും അതിനോടൊപ്പം ഭഗവാനെ ആരാധിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഭഗവാന് സന്തോഷം വരും. അതുകൊണ്ട് അത് മോക്ഷപ്രാപ്തിക്ക് ഭഗവത് കഥ ശ്രവണത്തേക്കാൾ ഉത്തമമായി മറ്റൊന്നുമില്ല. ഇത് കേൾക്കുക. അപ്പോൾ എല്ലാവരും ഇത് കേൾപ്പിക്കുകയും ചെയ്യാം. നമുക്ക് കേൾക്കുകയും ചെയ്യാം, മറ്റുള്ളവരെ കേൾപ്പിക്കുകയും ചെയ്യാം. ഇത് രണ്ടും നല്ലത് തന്നെയാണ്. ഭഗവാനെ സ്തുതിക്കാം. ഇതൊക്കെയാണ് വേണ്ടത്. നമുക്കിനി ഭാഗവതം പാരായണം ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച തൃണാവർത്ത അസുരവധം
ഭഗവാൻ ആ കുഞ്ഞ് 3 മാസമായ കുഞ്ഞിനെയും കൊണ്ട് ചുഴറ്റി ആകാശത്തേക്ക് പോയിട്ട് ഭഗവാൻ അവിടെ അവൻ്റെ കണ്ഠമൊക്കെ മുറുകെ പിടിച്ച് വലിയൊരു ഒരു വട്ടശിലയുടെ മുകളിൽ വന്ന് മലർന്ന് മരിച്ചു വീണു. കുഞ്ഞ് അദ്ദേഹത്തിൻ്റെ നെഞ്ചത്ത് തന്നെ ഇരിപ്പുണ്ട്. മരിച്ച അസുരൻ്റെ നെഞ്ചിൽ മാറിൽ കുഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പാറമേൽ വീണ് തകർന്ന് ഇവൻ്റെ മാറിൽ കിടന്നൊരു ബാലന് സങ്കടം വരാഞ്ഞത് എത്രയും അത്ഭുതമല്ലയോ. അവരെല്ലാവരും പറഞ്ഞു ഇങ്ങനെ ആയിട്ടും കുഞ്ഞിന് ഒരു വിഷമം വന്നില്ലല്ലോ. അപ്പോൾ എന്താ കാരണം? കാരണനായ ജഗന്മയനീശ്വരൻ നാരായണൻ പരിപാലിച്ചിതോ ദൃഢം. ഭഗവാൻ രക്ഷിച്ചു. മായാമയനുടെ മായയ്ക്ക് അരുതാത കാര്യമില്ല. എല്ലാം അവരവർ തമ്മുടെ പൂർവകർമ്മോദ്യൽ ഫലങ്ങൾ ദാനങ്ങൾ ചെയ്തേവരെയും ധർമ്മമാർഗം പിഴയാതെ പാലിച്ചു പോരുന്ന നാഥൻ. പദസ്മൃതി ശീലിച്ചിരിക്കുന്ന നമ്മുടെ നാഥനാൽ കേവലം പണ്ടു ചെയ്തോര് സുഹൃതം ഈ ബാലകൻ തന്നെ ലഭിച്ചതും ഇങ്ങനെ. പണ്ട് ചെയ്ത സുഹൃതം കൊണ്ടാണ് ഈ കുഞ്ഞിനെ ഇങ്ങനെ കിട്ടിയത്. കേടുകൂടാതെ കുറഞ്ഞൂരാറിവുള്ളിലൂടെ കടക്കിലെപ്പോഴും എല്ലാവരും നാരായണ സ്വാമി തൻ്റെ പദാംബുജത്താരിൽ ആരാധിച്ചിരിക്ക. മനോമലർ ഹൃദയമാകുന്ന പുഷ്പത്തിൽ മനസ്സാകുന്ന പൂക്ക് അത് ഭഗവാനെ തന്നെ ധ്യാനിച്ചിരിക്കുക. സാദരം എന്നാൽ അവർക്ക് അഭിലാഷങ്ങൾ മോദേന നൽകും അഖില ജഗന്മയൻ. താൻ അതിനില്ലകില്ലേതും എന്നിങ്ങനെ മാനസമുറ്റു ഗോപാലർ ചൊല്ലും വിധവും സൂനുതന്മേനിയും കണ്ടുകണ്ടുള്ളിൽ അത്യാനന്ദമൂർത്തിയെ ധ്യാനിച്ചു. നന്ദനും നന്ദഗോപരും ഇതെല്ലാം ഓർത്ത് ഭഗവാനെ തന്നെ ധ്യാനിച്ചു. ഭഗവാൻ പരമാത്മാവായ നാരായണൻ രക്ഷിച്ചു. കുഞ്ഞിനൊരാപത്തും വന്നില്ല. ഇനിയും ഇങ്ങനെ തന്നെ അത് എന്തോ മുമ്പ് ചെയ്ത സുഹൃതത്തിൻ്റെ ഗുണമാണ് ഈ ബാലകൻ ഇങ്ങനെ വന്ന് നമുക്ക് വന്നത്. അപ്പോൾ ഈ ആനന്ദമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ ധ്യാനിച്ചു നന്ദനും. മുന്നം വസുദേവർ ചൊന്നതോർത്ത് അങ്ങ് അവൻ തന്നെ പ്രശംസിച്ചു വർണ്ണിച്ചു സന്തതം. അദ്ദേഹം കംസനെ കാണാൻ പോയിട്ട് മടങ്ങി വന്നപ്പോൾ വസുദേവരെ കണ്ടു. വസുദേവർ പെട്ടെന്ന് തന്നെ പറഞ്ഞു വിട്ടു. ദുർനിമിത്തങ്ങളൊക്കെ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ട് പറഞ്ഞു ഇങ്ങനെയൊക്കെ പെട്ടെന്ന് ചെല്ലൂ എന്ന് പറഞ്ഞപ്പോൾ അതുപോലെ പല കാര്യങ്ങളും പറഞ്ഞതെല്ലാം ഓർത്തപ്പോൾ നന്ദഗോപർ ഇതെല്ലാം കേട്ട് പ്രശംസിച്ചു. മുമ്പ് വസുദേവർ ചെന്നത് ഓർത്ത് അങ്ങ് അവൻ തന്നെ പ്രശംസിച്ചു വർണ്ണിച്ചു സന്ന വസുദേവരെ നന്നായി പ്രശംസിച്ചു. അദ്ദേഹത്തിന് ജ്ഞാനദൃഷ്ടി ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞെന്നൊക്കെ കരുതി. കംസൻ്റെ ഓരോ വചനങ്ങളൊക്കെ അദ്ദേഹത്തിന് വസുദേവർക്ക് മനസ്സിലായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു വിട്ടതെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അതുകൊണ്ട് തന്നെ വസുദേവരെ പ്രശംസിച്ചു വർണ്ണിച്ചു സന്തതം. സുന്ദരിയോടും തനേനായി മേവിനോരിന്ദിരാ വല്ലഭനോടും അരുവിനാർ. അങ്ങനെ 4-5 നാൾ കഴിഞ്ഞാരകം. അങ്ങനെ ഈ വിഷമങ്ങളൊക്കെ വന്ന് സുന്ദരമായിട്ടവിടെ കഴിഞ്ഞ് 4-5 ദിവസം കഴിഞ്ഞപ്പോൾ തിങ്ങി വളർന്നൊരു സന്തോഷവാരിയിൽ മുങ്ങി മയങ്ങി തളർന്നു യശോദ താൻ. അങ്ങനെയുള്ള മുകുന്ദനാ ഉണ്ണിയെ തൻ മടി തന്നിൽ വച്ച ആദരപൂർവകം ചെമ്മേ മുലയും കൊടുത്തിരിക്കും വിധോ. ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ തിങ്ങി വളർന്ന സന്തോഷവാരിയിൽ അത്രമാത്രം വാരിയിൽ അത്രമാത്രമുള്ള സമുദ്രം പോലുള്ള സന്തോഷം ഇങ്ങനെ വന്ന് മുങ്ങി മയങ്ങി ആരാ യശോദ. അങ്ങനെ സന്തോഷം കൊണ്ട് മുങ്ങി മയങ്ങി തളർന്ന്, അല്ലാതെ വിഷമം കൊണ്ടല്ല, സന്തോഷവാരിയിലാണ് മുങ്ങി മയങ്ങി തളർന്നത്. എത്രമാത്രം ആനന്ദത്തിൽ അവർ മുഴുകിയിട്ട് യശോദാൻ അങ്ങനെയുള്ള മുകുന്ദനാ ഉണ്ണിയെ എന്താ ഭഗവാൻ അത്രമാത്രം ആ കുഞ്ഞ് എന്തെല്ലാം അത്ഭുതങ്ങൾ. കുഞ്ഞാണെങ്കിലും പൂതനെ കൊന്നതും ഇപ്പം ശകടാസുരനെ കൊന്ന് തൃണാവർത്തൻ മരിച്ചു. ഇതൊക്കെ എല്ലാം ഓർത്തപ്പോൾ അവർ അത്രമാത്രം ആനന്ദം. കുഞ്ഞിന് വിഷമമൊന്നും വന്നില്ല. ഭഗവാൻ നാരായണൻ രക്ഷിച്ചു. ഇങ്ങനെ അങ്ങനെയുള്ള മുകുന്ദനാ ഉണ്ണിയെ തൻ മടി തന്നിൽ വച്ച് ആദരപൂർവകം അത്രമാത്രം ആദരവോടുകൂടി മടിൽ വെച്ച് ചെമ്മേ മുലയും കൊടുത്തിരിക്കും വിധു. അങ്ങനെ ചിന്തിച്ച് ഭഗവാന്റെ ഓരോ അത്ഭുതങ്ങൾ ദൈവമേ എന്നെല്ലാം ചിന്തിച്ച് കണ്ണൻ എത്രമായി കുഞ്ഞ് എത്രമാത്രം ആനന്ദമാണ്, ഇതൊക്കെ സന്തോഷമാണ്, അവർക്ക് അത്രമാത്രം ആനന്ദപ്രിയമാണെന്നെല്ലാം മനസ്സിലിങ്ങനെ കണ്ടുകൊണ്ട് മുലയെ കൊടുത്തിങ്ങനെ കുഞ്ഞിനെ ഊട്ടിയിരിക്കുന്ന സമയത്ത് കൽമഷനാശിനിയാം അവൾ എൻ മകൻ നിർമ്മലനെന്നു തേറി ചിരിച്ചിടിനാൾ. ഇങ്ങനെ സന്തോഷവാരിയിൽ കുഞ്ഞും തള്ളിയും കൂടെ മുങ്ങി പാല് കൂട്ടി ഇങ്ങനെ ഇരുന്നപ്പോൾ കൽമഷനാശിനി, അതാ ഒരു പാപം പോലും ഇല്ലാത്ത യശോദ,
കൽമഷനാശിനിയാം അവൾ. എന്താ പറയുന്നേ യശോദ? ഒരു കൽമഷം, പാപം, ഒരു അഴുക്കും ഇല്ലാത്ത ആ ഹൃദയശുദ്ധിയോടുള്ള ആ യശോദ എൻ മകൻ നിർമ്മലനെന്ന് തേറി ചിരിച്ചിടിനാൾ. ഈ കുഞ്ഞ് നിർമ്മലനാണെന്ന് അങ്ങോട്ട് ഒരു തേറി അങ്ങ് ചിരിച്ചു. ചിന്തിച്ച് കുഞ്ഞിന് പാലൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാം ഇങ്ങനെ ഓർത്ത് ചിന്തിച്ച് നിർമ്മലയായ ഈ യശോദ എൻ്റെ മകൻ നിർമ്മലൻ എന്നൊരു ചിരിയൊക്കെ ചിരിച്ച്. അപ്പോഴത് അംബുജ മന്ദിരാവല്ലഭൻ ഉൽപ്പല നേത്രൻ ഉമാവരാരാധിതൻ ഭക്തപ്രിയൻ പരമേശ്വരൻ അച്യുതൻ മുക്തിപ്രദൻ മുനിവൃന്ദ നിഷേവിതൻ ശക്തിയുക്തൻ ശരണാഗത വത്സലൻ ശക്തിധരാഗ്രജമാതുലൻ അവ്യയൻ. ശക്തിധരാഗ്രജൻ വെച്ചാൽ സുബ്രഹ്മണ്യൻ്റെ ജ്യേഷ്ഠനായ ഗണപതി ഭഗവാന്റെ മാതൃ സഹോദരൻ. അപ്പം പാർവതീദേവിയുടെ സഹോദരനാണ് കൃഷ്ണൻ. അപ്പം ഭഗവാൻ കൃഷ്ണനെ പറ്റി ഇങ്ങനെ ഇതെല്ലാം ആരെ പറയാ? ഭഗവാൻ നാരായണനെ ഈ ചിരിച്ചിട്ട് കുഞ്ഞ് എത്രയും നിർമ്മലൻ തേറി ചിരിച്ചിട്ട് അപ്പോഴത് അംബുജ മന്ദിരാ വല്ലഭൻ ഉൽപ്പല നേത്രൻ ഉമാവരാരാധിതൻ ഭക്തപ്രിയൻ. ഭഗവാൻ നാരായണനെ അങ്ങനെ പ്രാർത്ഥിക്കുക. ഈ കുഞ്ഞിനോടുള്ള സ്നേഹം ഇത്രയെല്ലാം ഭഗവാൻ രക്ഷിച്ചല്ലോ. അതുകൊണ്ട് ഭഗവാൻ നാരായണനായിരിക്കുന്ന ഭഗവാനെ ഉൽപ്പല നേത്രനും ഉമാവരാരാധിതനാണ്, ഭക്തപ്രിയനാണ്, പരമേശ്വരൻ അച്യുതൻ, മുക്തിപ്രദൻ, മുക്തി കൊടുക്കുന്ന ആ ഭഗവാൻ മുനിവൃന്ദ നിഷേവിതനാണ്, ശക്തിയുക്തൻ, ശരണാഗത വത്സലൻ, ശക്തിധരാഗ്രജ മാതുലൻ അവ്യയൻ. അങ്ങനെയുള്ള കൃഷ്ണനാണ്. നിഷ്കളൻ നിരാതങ്കൻ നിരുപമൻ നിഷ്കളൻ നിഷ്ക്രിയൻ നിത്യൻ നിരഞ്ജനൻ നിർമ്മലൻ നിർമ്മമൻ ജന്മനാശാപഹൻ സന്മയൻ ചിന്മയൻ ശാന്തൻ ദയാപരൻ ബ്രഹ്മാത്മകൻ വിരിജാതിവിരർച്ചിതൻ ജിഹ്മക നായകശായി പരൻപുമാൻ. അനന്തനിൽ ശയിക്കുന്നവനാണ് ജിഹ്മക നായകശായി. അത് ഭഗവാൻ പത്മനാഭനാണല്ലോ, അനന്തനിൽ ശയിക്കുന്ന ഭഗവാനാണ്. അങ്ങനെയുള്ള ഈശ്വരനെ ജിഗ്മക നായകശായി പരൻപുമാൻ കർമ്മണ ആധാരരൂപീ ഗുണാത്മകൻ ജന്മിന ആരുയിരായ ജഗന്മയൻ ധർമ്മേണ വിശ്വരക്ഷാർത്ഥം വസുദേവതൻ മകനായി വ്രജം പുക്ക നന്ദാത്മജൻ സമ്മോദമുൾക്കലർന്ന അമ്മതന്നാശയ ഉന്മിഷിക്കും മൃദുരമ്യഹാസാഭയ കോട്ടുവായിട്ടു തന്നുൾത്താരിലാമാറ് കാട്ടിക്കൊടുത്തു സമസ്ത ലോകങ്ങളും. അങ്ങനെ അവർ ഇത്രയെല്ലാം ഭഗവാൻ കൃഷ്ണനെ സ്തുതിച്ച് നാരായണനെ ഇങ്ങനെ സ്തുതിച്ചിരുന്നപ്പോൾ മൃദുരമ്യഹാസാഭയ, അതായത് നല്ല പുഞ്ചിരിയോടുകൂടിയ ഉന്മഷിക്കുന്ന വസിക്കുന്ന ഹാസാഭയ പുഞ്ചിരിയുടെ ശോഭയോടുകൂടിയ ആ ഭഗവാന്റെ മൃദുരമ്യ ഹാസാഭയ കോട്ടുവായിട്ടു. അപ്പം ഇങ്ങനെല്ലാം ഇരിക്കുന്ന ഭഗവാൻ നാരായണൻ എന്നെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം കുഞ്ഞെന്ത് ചെയ്ത്? മൃദുരമ്യ ഹാസാഭയ കോട്ടുവായിട്ടു. അമ്മ ഇങ്ങനെ മുലപ്പാലും കൊടുത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ഭഗവാനെ വർണ്ണിച്ച് ഭഗവാൻ നാരായണനെ ഇങ്ങനെ സ്തുതിച്ച് ഇരുന്ന സമയത്ത് കുഞ്ഞെന്ത് ചെയ്തു? ഒരു കോട്ടുവായിട്ടു. കോട്ടുവായിട്ടു തൻ ഉൾത്താരിലാമാറ് കാട്ടിക്കൊടുത്തു സമസ്ത ലോകങ്ങളും. അപ്പോൾ യശോദാമ്മ ഇതെല്ലാം കാണുന്നു. കുഞ്ഞ് കോട്ടുവായിട്ടപ്പോൾ സമസ്ത ലോകങ്ങളും ആ വായ്ക്കുള്ളിൽ കാണുന്നു. കാട്ടിക്കൊടുത്തു സമസ്ത ലോകങ്ങളും കണ്ടാൾ അവൾ. യശോദാമ്മ കണ്ടു. അവൾ ധരാചക്രവും ഭൂമിയുടെ ചക്രം, ഭൂമി ചക്രവും മേരുവും കുണ്ഠത എന്നിയേ മേവും ഗിരികളും സന്തതമുള്ള വനങ്ങൾ നദികളും എന്തൊക്കെയാ ലോകത്തുള്ള ഇതൊക്കെ അവരെ കാണിക്കുന്നു ഭഗവാൻ ഈ കുഞ്ഞിൻ്റെ കോട്ടുവായിട്ടപ്പോൾ ആ കുഞ്ഞിന്. അത് കാരണം ഇത്രയും ആ യശോദാമ്മ നിർമ്മലയാണെന്ന് നമ്മൾ ആദ്യം വായിച്ചത്. നിർമ്മലയായ യശോദയും എൻ മകൻ എന്താ നിർമ്മലനാണെന്നും കൂടെ അമ്മ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. നിർമ്മലയായ യശോദയാ അമ്മയും എൻ മകൻ ഭഗവാൻ ഈ കുഞ്ഞ് ഈ 3 മാസമോ 4 മാസമൊക്കെ ആയി കാണും. ആ കുട്ടി നിർമ്മലെന്ന് ചിരിച്ചും കൊണ്ട് ഭഗവാനെ കൊണ്ട് ധ്യാനം തുടങ്ങി. ധ്യാനിച്ചിരുന്നപ്പോഴാണ് കുഞ്ഞ് ഒരു കോട്ടുവായിട്ട്. അപ്പോഴാണ് ഈ യശോദാമ്മ കാണുന്നത് എന്താ? കോട്ടുവായിട്ടു തൻ ഉൾത്താരിലാമാറ് കാട്ടിക്കൊടുത്തു സമസ്ത ലോകങ്ങളും അതിലുള്ളതെല്ലാം കാട്ടിക്കൊടുക്കുക. എന്തൊക്കെയാ? കണ്ടാളവൾ ധരാചക്രവും മേരുവും കുണ്ഠത എന്നിയേ മേവും ഗിരികളും സന്തതമുള്ള വനങ്ങൾ നദികളും അന്തർമുദാ ജലരാശികൾ പൂരവും ദീപങ്ങൾ മര്യാദാശൈല നദികളും ദീപാ അന്തരങ്ങളും ചക്രവാ
പാതാളാദ്രിയും പാതാളവും ജഗൽക്കന്ത നിലകളും വേതാളഭൂത പിശാചാദിയാനവും മാനുഷദേവ തിര്യങ് ജാതികളെയും നാനാചര അചര ജാതികൾ തമ്മയും ദേവേന്ദ്ര വന്യ ധർമാതി ദിക്പാലക ദേവതമാരെയും ആശാന്തരങ്ങളും നാഗലോകത്തെയും നാഗികൾ തമ്മയും നാഗലോകം സ്വർഗലോകത്തെയും പിന്നെയോ അവിടെയുള്ള ദേവന്മാരെ നാഗികൾ അവിടെയുള്ള ദേവന്മാരെ കണ്ടു. ദേവേന്ദ്ര വന്യധർമാ ദിക്പാലര് നാനാ ചരാചരജാതികൾ ദേവതമാരെയും ആശാന്തരങ്ങളും എന്തൊക്കെയാണോ ഈ ഭൂമിയിലും ലോകത്തും ഒക്കെ ഉള്ളത് അതെല്ലാം നാഗലോകത്തെയും അവിടുത്തെ നാഗികൾ അവിടുത്തെ ദേവന്മാരെയും ആകാശചക്ര ഗതികൾ ഭേദങ്ങളും ജ്യോതിസ്വരൂപങ്ങളും താരകങ്ങളും ആദിത്യ ചന്ദ്രഗ്രഹാദികൾ തമ്മയും കണ്ടു വിറച്ചു. ഇത്രയും കണ്ടപ്പോൾ അമ്മയ്ക്ക് വിറയിൽ വന്ന് കണ്ട് 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 അത്രയും ഇനി ഇത് നിർത്താതെ പോയാൽ എന്ത് ചെയ്തൊരു ഭയവും കൂടെ പെട്ടെന്ന് വരുമല്ലോ. എന്താ കുഞ്ഞിൻ്റെ വായിലല്ലേ ഇതെല്ലാം കാണുന്നത്. അപ്പോൾ അവർ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്കൊരു ഭയം പോലെ വരും. അത് ഒരു വിറയിൽ പിടിച്ച് ആദിത്യ ചന്ദ്രഗ്രഹാദികൾ തമ്മയും കണ്ടു വിറച്ചുടൻ കോൾമേർ കൊണ്ട് വിറച്ചെങ്കിലും കോൾമേറും കൊണ്ട് തൻ കണ്ണുകൾ രണ്ടും അടച്ചവൾ കൊണ്ട നീർവർണ്ണനാം എൻ മകൻ ഈശ്വരൻ തണ്ടലർ മാനിനി വല്ലഭൻ എന്നകത്തണ്ടിൽ ഉറച്ചത് സംഭ്രമം കൊണ്ടെഴും. അത്ര സംഭ്രമമായപ്പോൾ എന്ത് വിചാരിച്ചു? കണ്ട് വിറച്ചുടൻ കോൾമേർ കൊണ്ട് തൻ കണ്ണുകൾ അവരുടെ യശോദാമ്മയുടെ കണ്ണുകൾ രണ്ടും അങ്ങ് അടച്ച്, എന്നിട്ടോ അടച്ചവൾ കൊണ്ടനീർ വർണ്ണനാം എൻ മകൻ ഈശ്വരൻ. അപ്പോൾ കൊണ്ടനീർ വർണ്ണനാം എൻ മകൻ ഈശ്വരൻ തണ്ടലർ മാനിനി വല്ലഭനെന്ന് അകത്തണ്ടിൽ ഉറച്ച്, ആ ഉള്ളിനകത്തങ്ങ് ഉറച്ച് ഭഗവാൻ ഇത് കൊണ്ടനീർ വർണ്ണനാം എൻ മകനാണ്, എൻ മകൻ ഇത് ഈശ്വരൻ എന്ന് അവരങ്ങ് ഉള്ളിലങ്ങ് ഉറച്ച്, പുറമേ അല്ല അകത്തങ്ങ് ഉറച്ചിട്ട് കൊണ്ടനീർ വർണ്ണനാം എൻ മകൻ ഈശ്വരൻ തണ്ടലർ മാനിനി വല്ലഭനെന്ന് അകത്തണ്ടിൽ ഉറച്ച്. അത് സംഭ്രമം കൊണ്ടെഴും. സംഭ്രമം കൊണ്ട് ആണ്, ഒരു സംഭ്രമം ഉണ്ടാവും ഇങ്ങനെ കാണുമ്പോൾ, ഒരു വിറയിലും സംഭ്രമവും, എന്നാൽ കോൾമേർ കൊണ്ട് എല്ലാം കൊണ്ട് തന്നെ. എന്നിട്ട് കുണ്ടത കൊണ്ടു മറച്ചിതു മായയും. അങ്ങനെ കണ്ണുകളൊക്കെ അങ്ങ് അടച്ചപ്പോൾ അവരുടെ മനസ്സിനകത്തുനിന്ന് മായയാണ്, മായ കൊണ്ട് അതങ്ങ് മറച്ചും പിടിച്ചു. അപ്പോഴതെല്ലാം കണ്ടിട്ട് അവർ വെളിയിലെങ്ങനെ പറഞ്ഞാലോ, അതുകൊണ്ട് ഭഗവാൻ എന്ത് മായയാൽ അത് കണ്ടതൊക്കെ അങ്ങ് മറപ്പിക്കും. ഇത്രയും കണ്ടെന്ന് അവർക്ക് പിന്നെ ഓർമ്മ വരത്തില്ല. അതുകൊണ്ടാണ് തണ്ടിൽ ഉറച്ചത് സംഭ്രമം കൊണ്ടെഴും. ഈ സംഭ്രമം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുണ്ഠത കൊണ്ട് മറച്ചതോ മായയും. സന്തതം എൻ മകനെന്നൊഴിഞ്ഞില്ലൊരു ചിന്തയും അങ്ങ് അവൾക്കിങ്ങനെ നിത്യവും. സന്തതം എപ്പോഴും ഈ കുഞ്ഞ് എൻ മകൻ എന്ന് ഒഴിഞ്ഞില്ല, ഈ കുഞ്ഞ് ഒഴിഞ്ഞ് മറ്റൊരു ചിന്തയും ആ യശോദാമ്മയ്ക്കില്ല. എപ്പോഴും കുഞ്ഞ് ചിന്ത ഇത് മാത്രമേ ഉള്ളൂ. പാലൂട്ടുക, അതിനെ വളർത്തുക, അതിനെ രക്ഷിക്കുക, അതിനെ നോക്കുക, ഇങ്ങനെ മാത്രമേ ആ അമ്മയ്ക്ക് ചിന്തയുള്ളതാണ്. കുണ്ഠത കൊണ്ട് മറച്ചതോ മായയും. സന്തതം എൻ മകനെന്നൊഴിഞ്ഞില്ല ഒരു ചിന്തയും അങ്ങവൾക്കിങ്ങനെ നിത്യവും. അതാണ് ചിന്ത. നമുക്ക് ഇനി ഗർഗ ആഗമനവും നാമകരണം. ഗർഗ മഹാമുനി വരികയും വന്നിട്ട് നാമകരണമൊക്കെ ചെയ്യുന്നതാണ്. അതായത് വാതിൽ പുറപ്പാടല്ലേ കഴിഞ്ഞുള്ളൂ. ഇനിയിപ്പം പേരിടൽ സമയമൊക്കെ ആകുമ്പോൾ പേരൊക്കെ ഇടണ്ടേ, എന്നാ അതായിരിക്കും. നമുക്കിനി അടുത്ത പ്രാവശ്യമാക്കി. ഇപ്പോൾ ഇത് ഇത്രയും മതി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.